വെല്ലിംഗ്ടണിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ക്ലേലമിലുള്ള സ്പീലി ബീച്ചിലേക്കാണ് കേട്ടോ ഞങ്ങൾ യാത്ര പോണേ. അപ്പോൾ കണ്ടോ, പോണ വഴിയിൽ സൂര്യൻ അങ്ങനെ ചുമന്ന് തുടുത്തിരിക്കുകയാണ്. വഴിയിൽ ഒരു കടയിൽ പൈനീർ കോഫി റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ഫേമസ് ആയിട്ടുള്ളൊരു കടയാണ്. അവിടെ കയറി കാപ്പിയൊക്കെ കുടിച്ച് അവിടെ നിന്നൊരു 4-5 ചാക്ക് കിട്ടി. അത് നമ്മൾ ഓണമിന് ചാക്ക് ചാട്ടം മത്സരം വെക്കണം എന്ന് അനൂപേട്ടനൊരാഗ്രഹം. എല്ലാവരും ചാടി കൈയും കാലും ഒന്നും ഒടിക്കില്ല എന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ആവാമെന്ന് നമ്മളെല്ലാവരും ഓക്കെ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടെ നിന്നൊരു 4-5 ചാക്ക് കിട്ടിയ എല്ലാ ചാക്കുകളും നമ്മൾ വാങ്ങിയിട്ടോ. അതും കൂടെ വാങ്ങി ഇനി നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. എവിടേക്കാണ്? സ്പീലി ബീച്ചിലേക്കാണ്. ആ ബീച്ചിനൊരു പ്രത്യേകതയുണ്ട്. അവിടെ മാത്രമാണ് വാഷിങ്ടൺ സ്റ്റേറ്റിൽ നമ്മൾക്ക് 4 വീൽ ഡ്രൈവ് വണ്ടികളുണ്ടെങ്കിൽ ബീച്ചിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബീച്ചിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. അനുപേട്ടൻ മുമ്പ് ഈ ബീച്ചിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് ഡ്രൈവ് ചെയ്തിട്ടൊന്നുമില്ല. ഇന്നിതേ ജമീനും അങ്ങനെ അതിസാഹസികമായിട്ട് വണ്ടി ബീച്ചിലോട്ടേക്ക് എടുക്കുവാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ സൺസെറ്റ്. പക്ഷേ ഇന്നിപ്പോൾ ഈ ആകാശത്ത് കാണുന്നത് ഭംഗിയുള്ള സൺസെറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പസഫിക് നോർത്ത് വെസ്റ്റിൽ കുറേ സ്ഥലങ്ങളിൽ വൈൽഡ് ഫയർ ഉണ്ടായി, കാട്ടുതീ. അപ്പോൾ അതിൻ്റെ കുറച്ച് പുക കാരണം അന്തരീക്ഷം കുറച്ച് മാലിന്യമുള്ളതായി എന്നാണ്. ആ പുക നിറഞ്ഞ് നിൽക്കണത് കൊണ്ടാണ് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ചുമന്ന് തൊടുത്ത് നിൽക്കണേ. അവിടെ നമ്മൾക്ക് ഈ ATV റൈഡ് അവൈലബിൾ ആണ്. പക്ഷേ ഇത്തവണ നമ്മൾ ATV റൈഡിനൊന്നും വേണ്ടി പോകണില്ല കേട്ടോ, അതിന് പ്ലാനില്ല. നമ്മൾ ജസ്റ്റ് ഈ ബീച്ചിൻ്റെ അവിടെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് സൺസെറ്റൊക്കെ നോക്കി വെള്ളമൊക്കെ ഇങ്ങനെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് വെറുതെ ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കുക. അതാണ് നമ്മളുടെ പ്ലാന്. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, ഓടിച്ചിട്ട് നമ്മൾ ഈ ബീച്ചിലേക്ക് അങ്ങോട്ട് എത്തണില്ല. ആദ്യം നമ്മൾ വിചാരിച്ചു പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇനിയും കുറച്ച് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. ജസ്റ്റ് വെള്ളത്തിൻ്റെ അറ്റം വരെ നമുക്ക് പോവാം. ദൂരെ വണ്ടികളൊക്കെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മളും അതുപോലെ വെള്ളത്തിൻ്റെ അടുത്ത് ബീച്ചിനോട് ചേർന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ ഇരിക്കാമെന്ന് തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൂഴി പോലത്തെ മണലാണ് കട്ട പിടിച്ചിട്ട്. നമ്മൾ വണ്ടിയിൽ ഇത് എങ്ങനെ വെള്ളത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം എത്താറായി. ഈ മരക്കുറ്റികളൊക്കെ ഇവിടെ നിക്കണത്, ഇവിടെ ആദ്യം മരങ്ങൾ ഉണ്ടായിട്ട് അല്ല ഞാൻ പറയണ, ഇതൊക്കെ ഇവിടെ ഉണ്ടായ മരങ്ങളല്ലേ ബേട്ടാ, അതൊക്കെ പിന്നെ പോയതല്ലേ. ഈ ഗ്യാപ്പിലിട്ടോ, ഇത് 2 വണ്ടികളുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, റൈറ്റ് സൈഡിലേക്ക് ഇട്ടോ. അല്ല, ഈ 2 ആളുകളുള്ളടത്ത് നിർത്തിക്കാൻ ബേട്ടാ, ഈ 2 വണ്ടികളുടെ ഇടയിലാണ് നിർത്തിക്കോ, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇതിനെ ചേർത്ത് നിർത്തിക്കോ. അമ്മയ്ക്കിടയിൽ തന്നെ ബാഗിന്റെ ഉള്ളിൽ ഇടാം നമുക്ക്. എന്താ ചെയ്യണേ ആൺകുട്ടി? അതെന്തിനാണ്? അതൊക്കെ അതിന്റെ ഉള്ളിൽ വെച്ചോ ഡാഡാ? ഇതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നു. എന്താണ് ചെയ്യണത്? അങ്ങനെ അയാൻ്റെ ബാഗിൽ നിന്ന് അയാൻ്റെ ഡൈനോസറുകളെയും ആനിമൽസിനെയൊക്കെ എടുത്ത് കളി തുടങ്ങി. അനുപേട്ടൻ അപ്പോഴേക്കും യാരേനെ കാർ സീറ്റിൽ സെറ്റാക്കിയിട്ടോ. നല്ലോണം പൂഴിമണൽ വീശി വരണ പോലെ കാറ്റുണ്ട്. അതുകൊണ്ടാണ് അവളുടെ കാർ സീറ്റിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു ബാഗ് പോലെ കവർ ചെയ്തു കേട്ടോ. എല്ലാവരും അവിടെ കാർ ഓടിക്കുമല്ലേ, അപ്പോൾ അയാൻ്റെ ബാലൻസ് ബൈക്കിൽ അവിടെയൊക്കെ ഓടിച്ച് നടക്കുവാണ്. പക്ഷേ ഇടയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദമാണ് വെള്ളത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ പെറുക്കി എറിയുക എന്നുള്ളത്. കല്ലോ മരോ അങ്ങനെ എന്നതൊന്നുമില്ല, വെള്ളത്തിലേക്ക് സാധനങ്ങൾ പെറുക്കി എറിയുക, അത് ഭയങ്കര ഇഷ്ടമാണ് അയാന്. ഇട്ടോ മതി. ഗുഡ് മതി. പോരെ വാ. ഇനി വണ്ടിയിൽ കയറാം. വണ്ടി ഓടിക്കുമ്പോൾ ഇതൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇനി കുറച്ച് നേരം ഈ ബീച്ചിൽ കൂടെ യാരെയും തള്ളി നമ്മൾ വെറുതെ നടക്കാൻ പോവാണ് കേട്ടോ.
അയാൻകുട്ടിയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ചെറിയ ചെറിയ മരക്കഷ്ണങ്ങളും കല്ലുകളും ഒക്കെ വെള്ളത്തിലേക്ക് പെറുക്കി എറിഞ്ഞ് എൻജോയ് ചെയ്യാണ്. കുറേ ആളുകൾ ബോട്ടൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ ആ ലേക്കിൽ ഓടിച്ച് എൻജോയ് ചെയ്ത്, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു വലിയ ബോട്ട്. ഇത് അവർ കുറേ നേരം വെള്ളത്തിലൊക്കെ ഓടിച്ച് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അവർ വീട്ടിലേക്ക് അത് കെട്ടി വലിച്ചുകൊണ്ട് തിരിച്ചു പോവുകയാണ്. നല്ല രസമുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ഒരുപാട് ആളുകൾ ടെൻ്റൊക്കെ അടിച്ച് ബാർബിക്യൂ ഒക്കെ ചെയ്ത് മീറ്റൊക്കെ ഗ്രിൽ ചെയ്ത് വെജിറ്റബിൾസും എല്ലാം ഗ്രിൽ ചെയ്ത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ലക്കിലി നമ്മൾ കടയിൽ കയറിയിട്ട് കുറച്ച് ബനാന, കുറച്ച് ജ്യൂസ്, സോഡ ഐറ്റംസ് മാത്രം വാങ്ങിച്ച് കൊണ്ടുവന്നായിരുന്നു. അത് കാരണം തൽക്കാലം വിശപ്പടക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഫുഡ് ഉണ്ടായി. സാധാരണ എവിടെ പോകുമ്പോഴും നമ്മൾ ഒരു ഭക്ഷണം കൊണ്ടാണ് പോവാറ്. ഇത് ജസ്റ്റ് ഒരു ബീച്ച് കണ്ടിട്ട് ഒരു 1 hour സ്പെൻഡ് ചെയ്ത് പോവാമെന്ന് വിചാരിച്ച് വന്നതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഭക്ഷണമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. അത് കാരണം മാക്സിമം ആയിരുന്നു കയ്യിലുള്ള ബനാനയും നട്ട്സും ഒക്കെ കഴിച്ച് നമ്മൾ തൽക്കാലം വിശപ്പൊക്കെ അടക്കി സൺസെറ്റ് ആവണ വരെ നമ്മൾ എൻജോയ് ചെയ്തു കേട്ടോ. നമ്മുടെ അപ്പുറത്തുണ്ടായിരുന്ന ഫാമിലി ഇതേ അവരുടെ ടെൻ്റൊക്കെ പൂട്ടിക്കെട്ടി വീട്ടിലോട്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളും ഇനി കുറച്ച് കഴിഞ്ഞാൽ വീട്ടിലേക്ക് തിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു ട്രൈപോഡൊക്കെ വെച്ച് സ്വന്തമായിട്ട് കുറച്ച് വീഡിയോകളും ഫോട്ടോകളും ഒക്കെ എടുത്തു, ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. എനിക്കൊത്തിരി ഇഷ്ടമാണ് ഈ മെമ്മറീസ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കാൻ. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ വീണ്ടും ഇതിരുന്ന് കാണും. പിന്നെ എന്തെങ്കിലും എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ കാണണമെങ്കിൽ അവർക്ക് കാണാമല്ലോ. ഇത് ഞാനൊരു ടെസ്റ്റ് ചെയ്തതാട്ടോ, എന്നെ മാത്രം വെച്ചിട്ട്. ഇനി അമ്മയുടെ കൂടെ കുറച്ച് ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി മങ്കുവിനോട് ഹെൽപ്പ് ചോദിച്ചു. ആ സമയത്ത് സൈഡിലൊരു ക്യാമറ വെച്ചിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ക്യാപ്ചർ ചെയ്തതാണിത്. നല്ല രസമല്ലേ പിന്നെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അയാൻകുട്ടിയുടെ കൂടെ ഓടിച്ചാടി കളിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് അവൻ്റെ കൂടെ കളിക്കാനുള്ള ആരോഗ്യം ആയി വരണേ ഉള്ളൂ. അപ്പോൾ അവനെ എടുത്ത് പൊക്കാൻ പാടില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞ് ജസ്റ്റ് 2 മാസം ആയിട്ടേ ഉള്ളൂ. പിന്നെ അവൻ അത്ര വെയിറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ കൊതിയാവുമ്പോൾ അവനെ ഒന്ന് എടുത്ത് പൊക്കി കറക്കാനും കെട്ടിപ്പിടിച്ച് അവനെ എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെയാണ് ഒത്തിരി ഇഷ്ടം. അവനും അത് ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും അത് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അയാൻ്റെ കിണുങ്ങിയുള്ള വർത്താനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മൈക്രോഫോൺ അവൻ്റെ മേത്ത് ഒട്ടിച്ചു കൊടുത്തത്. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല. അതിൽ താഴെ വീണെന്തോ മണൽ കയറിയിട്ടാണെന്ന് തോന്നുന്നു. അതിൽ സൗണ്ടൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഇനി അതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം. ഇങ്ങനത്തെ കളം വരച്ച് ചാടിയുള്ള കളികൾ കൊച്ചൻകുത്തിന്നോ മറ്റോ ആണ് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നത്. അതൊക്കെ കളിച്ചിട്ട് എത്ര കാലമായി. അവിടെ കുഞ്ഞിപ്പിള്ളീരെ വരച്ചിട്ടതായിരുന്നു അത്. അവർ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ പോയ തക്കം നോക്കി ഞാനും അയാനും കുറച്ച് നേരം അതിലൊക്കെ ചാടി കളിച്ചു. നല്ലൊരു രസമുള്ള ഓർമ്മയാണ് അത് ചെറുതിലെ. അത് കളിക്കാൻ വേണ്ടി നല്ല ആരോഗ്യം വേണമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ചാടിക്കളിക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാവണത്. ദൂരെ കണ്ടോ ഒരു ഫാമിലിയിൽ കുറച്ച് പേര് ഇങ്ങനെ ബോട്ടിൽ
വെള്ളത്തിലിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ നേരമായിട്ടോ അവർ വെള്ളത്തിലിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ട്. നമ്മളിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി കണ്ട് രസിക്കുമായിരുന്നു. പിന്നെയും കുറേ പേര് കയാക്കിങ്ങും പാഡൽ ബോർഡിങ്ങും അങ്ങനെ പല പല ആക്ടിവിറ്റികൾ ചെയ്യുന്നുണ്ട് വെള്ളത്തിൽ. കുറേ പേര് ചെറിയ ചെറിയ ബോട്ടുകൾ, റിമോട്ടിൽ ഓടിക്കാൻ പറ്റുന്ന ബോട്ടുകളൊക്കെ കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് ഓടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഞാനും യാരയും കൂടെ ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും കാറ്റ് നല്ലോണം മാറി കേട്ടോ. അത് കാരണം അവളെ സ്ട്രോളറിൽ നിന്ന് എടുത്തു. പിന്നെ അവളുടെ തൊപ്പിയൊന്നും വേണ്ട, കാരണം ചെറുതായിട്ട് ചൂട് കൂടുമ്പോഴത്തേനും അവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ ചൂട് കുരു വരികയാണ്. അപ്പോൾ തൊപ്പിയൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ ചെറിയ കാറ്റേ ഉള്ളൂ, ഇപ്പോൾ വലിയ കാറ്റൊക്കെ മാറിയപ്പോൾ കുഞ്ഞി കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇങ്ങനെ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ എടുക്കണ സമയത്തില്ലേ വെറുതെ എൻ്റെ മക്കളോട് സംസാരിക്കണത്. അവരിപ്പോൾ കുഞ്ഞു മക്കളല്ലേ, പക്ഷെ എന്നാലും എനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ മനസ്സിലപ്പോൾ എന്താണ് പറയാൻ തോന്നണേ അതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എൻ്റെ ഫോണിൽ മെമ്മറി കാർഡുകളിൽ ഹാർഡ് ഡിസ്കിലൊക്കെ അതിങ്ങനെ സേവ് ചെയ്ത് വെക്കും. എന്തെങ്കിലും ഇവർ വലുതായിട്ട് ഇവർക്ക് കാണണം കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കാണട്ടെ കേൾക്കട്ടെ എന്ന് വിചാരിക്കും. എനിക്കാണെങ്കിൽ എൻ്റെ അമ്മ ഇങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ കുഞ്ഞുനാളിലെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞു തരണത് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും കൊതിയാവുകയാണെങ്കിൽ അവരിരുന്ന് കേൾക്കട്ടെ അല്ലേ. ഞങ്ങളുടെ കുഞ്ഞു ബേബിയാണ് അയാൻകുട്ടി. യാര ഉണ്ടായി കഴിഞ്ഞിട്ട് അയാൻകുട്ടിയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വ്യത്യാസമാണ്. നമ്മളവനെ പിന്നെയും കുഞ്ഞി ബേബി എന്നുള്ള നിലയിൽ തന്നെയാണ് അവൻ്റെ അടുത്ത് പെരുമാറിയതൊക്കെ. പക്ഷെ എന്നാലും അവൻ സ്വയം ഒരു എൽഡർ ബ്രദറിൻ്റെ റോളിലേക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഉയർന്ന് വന്നു തുടങ്ങി. ഇതിനെ നോക്കാനും ഭക്ഷണം കഴിച്ചോ, വിശക്കുന്നുണ്ടോ, മിൽക്കൂസ് കുടിക്കണോ, അങ്ങനെയൊക്കെ വന്ന് അന്വേഷിക്കാനും എൻ്റെ അടുത്ത് വന്നിട്ട് ഉണ്ണിക്ക് അത് ചെയ്ത് കൊടുക്കമ്മ, ഉണ്ണിക്ക് പാല് കൊടുക്കമ്മ എന്നൊക്കെ വന്ന് പറയണതും കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കൊടുക്കണതും അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക, മക്കളിങ്ങനെ ഒരു റോളിൽ നിന്ന് അടുത്ത റോളിലേക്ക് ഇങ്ങനെ പതുക്കെ ഉയർന്നു വരുന്നതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ അറ്റ് ദ സെയിം ടൈം അവൻ ഇപ്പോഴും 3 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമ്മൾക്ക് അവനിപ്പോഴും കുഞ്ഞ് ബേബി തന്നെയാണ്. അപ്പോൾ അതും അവനെ ഇടയ്ക്ക് ഓർമ്മിപ്പിക്കും, അയാൻ വലിയ ആളായിട്ടൊന്നും ഇല്ല, ഇപ്പോഴും മമ്മ ഡാഡിയുടെ കുഞ്ഞ് ബേബിയാണ്, യാരയും കുഞ്ഞ് ബേബിയാണ്, അയാനും കുഞ്ഞ് ബേബിയാണ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓർമ്മിപ്പിക്കും കേട്ടോ. ചിലപ്പോൾ ഒക്കെ അവന് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടൻ എന്നുള്ള റോളിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കും. അല്ലാതെ അവൻ്റെ മീതെ ചേട്ടൻ റോള് അടിച്ചേൽപ്പിക്കണ്ട എന്നുള്ളത് നമ്മൾ ഒരുമിച്ചെടുത്ത ഒരു തീരുമാനമാണ്. എന്തുകൊണ്ടാണെന്നറിയില്ല, അവന് സമയമാകുമ്പോൾ അവൻ സ്വന്തമായിട്ട് പതുക്കെ ചേട്ടനാവട്ടെ, അതുവരെ അവൻ കുഞ്ഞ് ബേബിയായി തന്നെ ഇരിക്കട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചതാണ്. ഇനിയിപ്പോൾ യാരക്കുട്ടി ഒന്ന് വലുതായി ഓടിക്കളിക്കണ പ്രായമാവണം, അതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ഇതേപോലെയായിരുന്നു ഇഷാനും മിത്തുവും. അയാൻ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് അയാന് 4-5 മാസമുള്ളപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഇഷാനും മിത്തുവിനും ഉണ്ടായിരുന്ന സങ്കടം എന്താണെന്ന് വെച്ചാൽ അയാൻ നടക്കൂലല്ലോ. മിത്തു അന്ന് പിച്ച നടക്കുമായിരുന്നു, ഇഷാൻ ഓടി കളിക്കുമായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇവൻ കിടക്കുമല്ലേ എപ്പോഴും, അപ്പോൾ അവർക്ക് അതിൻ്റെ പരിഭവമായിരുന്നു എപ്പോഴും. കൊതിയായിരുന്നു ഇവനൊന്ന് ഓടി നടന്ന് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി. ഇപ്പോൾ അതേ അവസ്ഥയിലാണ് അയാൻ. യാരയൊന്ന് നടന്ന് തുടങ്ങിയാൽ അയാന് യാരേൻ്റെ കൂടെ ഓടി ചാടി കളിക്കണം, അതാണ് ഇപ്പോഴത്തെ വലിയ ആഗ്രഹം. അയാൻ്റെ ഒരുപാട് ഡൈനോസറുകളുണ്ട്, ആനിമൽസൊക്കെ ഉണ്ട്, കാറൊക്കെ വെച്ച് കളിക്കണം. അപ്പോൾ അതിന് ബേബി വലുതാവുന്നതും കാത്തിരിക്കുകയാണ് ചേട്ടൻ. അങ്ങനെ ഉണ്ണിയോളും അമ്മയും കൂടിയുള്ള വീഡിയോകളും ഫോട്ടോകളൊക്കെ ഞാൻ സ്വന്തമായി എടുത്ത് തീർത്തു. എന്നിട്ട് അനുപേട്ടനെ വിളിച്ചു കേട്ടോ. അനുപേട്ടൻ അങ്ങനെ ഫോട്ടോയിൽ വന്ന് ഒരുപാട് നിൽക്കാനൊന്നും ക്ഷമയില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ 4 ആളും കൂടെ വെറുതെ നടക്കണത് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ്. നല്ല എന്താ പറയുക, ഇഷ്ടമാണ് എനിക്ക് പിന്നീട് ഇതൊക്കെ കാണാൻ വേണ്ടി.
അതുപോലെ അയാനും ഒരുപാട് ഇഷ്ടമാണ്. അനുവിന് അങ്ങനെ കഴിഞ്ഞു പോയത് വീണ്ടും വീണ്ടും ഇരുന്ന് കാണുക അങ്ങനത്തെ ആഗ്രഹം, അങ്ങനത്തെ സ്വഭാവമൊന്നുമില്ല. അപ്പോഴത്തെ ആ മൊമെൻ്റ് നന്നായി എൻജോയ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാനും അയാനുമാണ് വീണ്ടും വീണ്ടും പണ്ടത്തെ എല്ലാം എടുത്ത് കണ്ട് എൻജോയ് ചെയ്യണ ആളുകൾ. ആരാ ഇനി എന്താണാവോ ഇഷ്ടം ആർക്കറിയാം. അങ്ങനെ അമ്മാമ്മേനെയും അയാനെയും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉന്തിത്തള്ളി വിടുകയാണ് കേട്ടോ ഇപ്പോൾ. അമ്മാമ്മയ്ക്ക് അവിടെ കസേരയിൽ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം. എന്നാലും അയാൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനാണെന്ന് പറഞ്ഞപ്പോൾ അമ്മാമ്മ എഴുന്നേറ്റ് കൂടെ പോയി. അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അയാൻകുട്ടി ഒരു നാരങ്ങ കൊതിയനാണ്. പുളിയുള്ള സാധനങ്ങൾ ഒത്തിരി ഇഷ്ടമാണ്. ഈ ഡപ്പി കണ്ടപ്പോൾ തന്നെ പുള്ളിക്ക് കാര്യം മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ നാരങ്ങ ജ്യൂസാണെന്ന്. അപ്പോൾ അത് നേരിട്ട് കുടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പിന്നെ തൽക്കാലം അത് വാങ്ങി വെച്ചു, വീട്ടിൽ പോയി നാരങ്ങ ജ്യൂസ് ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാനും അയാനും എന്തായാലും വെറുതെ ഒന്നും ഇരുന്നില്ല. കുറച്ചുകൂടെ നേരം പോയി കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവനെ പിടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാണ് കേട്ടോ. അവൻ്റെ കൂടെ 1:1 ടൈം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അവന് സന്തോഷമാവുള്ളൂ. കൂട്ടത്തിലിരുന്നിട്ട് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്താൽ അതൊന്നും അവൻ്റെ കണക്കിൽ പെടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ആരും ഇല്ലാതെ അവൻ്റെ കൂടെ കഥ വായിക്കാനും കളിക്കാനും ഒക്കെ സമയം കണ്ടെത്തും നിർബന്ധമായിട്ടും. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താലും നമ്മളെല്ലാവരും, ഞാനും അനുവും ജമീനും മങ്കുവും ഇപ്പം അമ്മയും എല്ലാവരും കുട്ടികളുടെ കൂടെ 1:1 ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഫോട്ടോ വേണ്ട, ഒരു വീഡിയോ ആയാലോ? ഒന്നും പറയാനില്ലേ? 41ാമത്തെ ഹാപ്പി ബർത്ത്ഡേ അല്ലേ? 41ാമത്തെ ബർത്ത്ഡേ. അപ്പൊ എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? 41 കൊല്ലം ജീവിച്ചു ലോട്ടറി. അത്രേ ഉള്ളൂ. ഇത്രയും നല്ല ഒരു ഭാര്യയെ കിട്ടിയതിൽ എന്താണ് ഇതിവിടെ വെച്ചോ? എനിക്ക് ആ ശബ്ദം കിട്ടാൻ വേണ്ടിട്ടല്ലേ. അല്ല, അതൊന്നും ശബ്ദം പറയില്ലോ. ഇത്രയും നല്ല സുന്ദരിയും വല്ലഭയും സകലകലാ വല്ലഭയുമായ ഒരു ഭാര്യയെ കിട്ടിയതിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഉറക്കം വരിക. ഉറക്കം വരും, ഭാര്യനെ ആലോചിക്കുമ്പോഴേ ഉറക്കം വരുമോ? അത് ക്രെഡിറ്റ് ആയിട്ട് എടുക്കണം. ആരെ മുന്നോ ചേട്ടന് സ്വിമ്മിങ് അറിയാം, അതുകൊണ്ടാണ്. അയാന് സ്വിമ്മിങ് പഠിക്കണോ? അയാൻ വരുന്നുണ്ടോ? എന്തുണ്ടായത്? പക്കി ഓടിപ്പേനെ. സൂപ്പർ ആയിട്ടായ കുട്ടി, സൂപ്പർ. നീ കുളിയിലേക്ക് ഇറക്കിക്കോ. ഇറക്കിക്കോട്ടെ. വായോ, കെയർഫുള്ളി. വീണോട്ടാ, കൈ പൊട്ടിയാ പൊട്ടിട്ടാ. വായോ, അമ്മ പിടിക്കാ. വായോ. അങ്ങട് മമ്മ വരാം. അവിടെയല്ല, ഇങ്ങോട്ടേക്ക് നടക്കണം. കുറച്ചും കൂടെ ഇങ്ങോട്ട്. അവിടെ അങ്ങനെ നടന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോണതിന് മുമ്പ് മങ്കുവിൻ്റെ വക കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ് കേട്ടോ അയാൻ്റെ. അതിനുള്ള കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ ഈ വെള്ളത്തിലെ മീനിനെ പോലെയാണ്, അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ പിന്നാലെ നടന്ന് ഒരു ഫോട്ടോയെങ്കിലും കിട്ടുമെന്നുള്ള പരിശ്രമമാണ് ആ കാണുന്നത്. ഷോട്ട് പൊടി കണ്ടോടി, ഞങ്ങൾ എവിടെയാണ്?
നമ്മൾ ബീച്ചിൽ വന്നിടാണേ. അമ്മ നമ്മുടെ യാര ബേബിയും ചേട്ടൻ അവിടെ ഫോട്ടോ എടുത്ത് കളിക്കുവാണ്. ഒരുപാട് ഇഷ്ടമാണ് മമ്മിക്ക് മമ്മയുടെ മക്കളിനെ. ചീട്ടമാണ്. അപ്പോൾ അങ്ങനെ ബീച്ചൊക്കെ കണ്ട് നമ്മളിനി വീട്ടിലേക്കുള്ള ഡ്രൈവാണ്. വീട്ടിൽ ജമീൻ ഉണ്ടാക്കിയ നല്ല ചിക്കൻ ബിരിയാണി ഇരിപ്പുണ്ട്. വീട്ടിൽ ചെന്ന് അതൊക്കെ ചൂടാക്കി വയറ് നിറയെ ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് മാത്രമല്ല, വഴിയിലെ എല്ലാ റെസ്റ്റോറൻറ്റും ഓൾറെഡി അടച്ചു. അങ്ങനെ നമ്മൾ രാത്രി ഈ ബീച്ചിൽ നിന്ന് ഇത് കാർ എടുത്തിട്ട് വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുവാണ്. ജമീൻ അതിസാഹസികമായി ബീച്ചിൽ കൂടെ വണ്ടി ഓടിക്കുവാണ്. എന്താണ് അങ്ങനെ പറയരുത്.